എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ റെയിൻ ഡീമന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ റെയിൻ അങ്ങനെ ശക്തിയായിട്ട് മഞ്ഞ് വീഴുന്ന ഒരു ദിവസം പുറത്തോടെ നടക്കുകയാണ്. അപ്പോഴായിരിക്കും ദൂരത്ത് അവന്റെ പ്രായത്തിൽ കുറെ കുട്ടികൾ ആ മഞ്ഞിലിരുന്ന് കളിക്കുന്നതായിട്ട് അവൻ കാണുക. അവനും ഒരുപാട് ആഗ്രഹമുണ്ട് അവരോടൊപ്പം പോയി കളിക്കാനായിട്ട്. പക്ഷെ എന്താ, അവൻ അവരെ നോക്കി നിൽക്കുന്ന അതേ സമയത്ത് തന്നെ അവൻ ആകെ ടയർഡായി താഴേക്ക് വീഴുകയാണ്. അവന്റെ അമ്മ അവന്റെ അടുത്തേക്ക് ഓടി വരും. എന്തു പറ്റി, എന്താ ഉണ്ടായേ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വീടിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന്. നിന്റെ അവസ്ഥ നിനക്കറിയില്ലേ? ഇനി ഒരു കാരണവശാലും എന്നോടോ നിന്റെ പപ്പയോടോ പറയാതെ പുറത്തേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനെ വഴക്കു പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുവരും. ഇപ്പൊ റെയ്യൂൻ അവന്റെ പപ്പയുടെയും മമ്മയുടെയും കൂടെയാണ്. അവന് കളിക്കാനോ കൂട്ടുകൂടാനോ ടൈം സ്പെൻഡ് ചെയ്യാനോ ആരുമില്ല. ചെറുപ്പം മുതലേ ഒരസുഖം പിടിപെട്ട് അവൻ ആ റൂമിൽ അങ്ങനെ ഒതുങ്ങി കഴിയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ എല്ലാവരുടെയും വിധി മാറ്റിമറിക്കാൻ ആ ഡീമൺ കിങ് മൂസാൻ അവരുടെ തെരുവിലേക്ക് എത്തുന്നത്. മൂസാൻ ആണെങ്കിൽ ഇപ്പൊ റെയിന്റെ അടുത്തേക്ക് സ്ട്രെയിറ്റ് നടന്നു വരും. അതിനുശേഷം റെയിനെ ഒരു ഡീമണാക്കി മാറ്റി അവന്റെ പവർ റെയിന് കൊടുത്ത് കൂടുതൽ സ്ട്രോങ് ആക്കി മാറ്റും. റെയ്യൂനാണെങ്കിൽ ഡേ ടൈം മുഴുവൻ വീട്ടിൽ സ്പെൻഡ് ചെയ്യും. നൈറ്റ് ആവുമ്പോൾ അവൻ ഡീമനായി മാറി പുറത്തുകൂടെ അലഞ്ഞു നടക്കും. അങ്ങനെ ഒരു ദിവസം ആദ്യമായിട്ട് അവൻ മനുഷ്യന്റെ രക്തം കുടിച്ച് മനുഷ്യന്റെ മാംസം ഭക്ഷിച്ച് ബാക്കിയുള്ളത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അത് കണ്ട അവന്റെ പാരൻസ് ഷോക്കായി. റെയ്യൂന്റെ പാരൻസ് ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. നീ എന്തായി ചെയ്തേ? മനുഷ്യരെ അവരെ കൊന്നു തിന്നുകയാണോ? ഇതൊരിക്കലും നീ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് റെയ്യൂന്റെ പപ്പ അവനെ വഴക്കു പറയും. റെയ്യൂനാണെങ്കിൽ അപ്പോഴും ഒരു ഇമാജിനേഷനിലാണ്. ഒരു പാരന്റ് തന്റെ മകനെ തന്റെ ജീവൻ കൊടുത്തും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരേ ഒരു ഇമാജിനേഷനിൽ ദിവസങ്ങൾ മുൻപോട്ട് പോകെ ഇപ്പൊ റെയ്യൂനാണെങ്കിൽ ഓരോരുത്തരെയായിട്ട് കൊന്നൊടുക്കുകയാണ്. അത് കണ്ട് സഹിക്ക വയ്യാതെ റെയ്യൂന്റെ പപ്പ അവനെ കൊല്ലാൻ തയ്യാറാവും. പക്ഷേ റെയ്യൂൻ ഇപ്പോൾ ഒരു ടീമനാണ്. അവനത് തിരിച്ചറിഞ്ഞ് അവന്റെ അച്ഛനെ അമ്മയും കൊന്നു തള്ളുകയാണ്. മരണത്തോട് മല്ലടിക്കുന്ന അവന്റെ അമ്മ റെയ്യൂനോട് പറയും, നീ ഞങ്ങളോട് ക്ഷമിക്കണം. നിനക്കൊരു ആരോഗ്യമുള്ള ശരീരം സന്തോഷമുള്ള ജീവിതവും ഞങ്ങളെ കൊണ്ട് തരാൻ കഴിഞ്ഞില്ല. നീ ഇതുപോലെ ആളുകളെ കൊല്ലുന്നത് കണ്ടാണ് വേറെ നിവർത്തിയില്ലാതെ ഞങ്ങൾ നിന്നെയും കൊന്ന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷെ അപ്പോഴേക്കും നീ ഞങ്ങളെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്ന് പറഞ്ഞ് അവന്റെ അമ്മയും അവിടെ വെച്ച് പിടഞ്ഞു മരിക്കും. ഉടനെ മൂസാൻ അവിടേക്ക് വന്ന് റെയ്യൂനെ ആശ്വസിപ്പിക്കും. നീ ഇതൊന്നും കണ്ട് തളരാനായിട്ട് പാടില്ല. ഞാൻ തന്ന പവർ അത് നീ കറക്റ്റായിട്ട് വിനിയോഗിക്കണം. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റില് ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് റെയ്യൂനാണെങ്കിൽ പതിയെ നശിച്ചു പോവാണ്. അവന്റെ രണ്ട് കൈകൾ മാത്രം ടാൻജറോയ്ക്ക് നേരെ അങ്ങനെ പറന്നു വരും. അവന്റെ കൈകളാണെങ്കിൽ ഹീറോയുടെ തൊട്ടടുത്തേക്ക് വരും. റോയിൻ വീണ്ടും പറയും, ആക്ച്വലി ഞാൻ ഇപ്പോഴാണ് യഥാർത്ഥ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കിയത്. അഞ്ചറോ, നിന്റെയും നിന്റെ സഹോദരിയുടെ സ്നേഹവും ബോണ്ടിങ്ങും ഒക്കെ എന്നെ ശരിക്കും മാറ്റി. അത് കേട്ട് ഹീറോ ആണെങ്കിൽ അവന്റെ കൈയെടുത്ത് ഇപ്പൊ റെയ്യൂന്റെ ബോഡിയിൽ വെക്കും. അടുത്ത നിമിഷം അവൾക്ക് അവളുടെ അച്ഛനും അമ്മയും അവളെ ടച്ച് ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്ത് അവൾ പതിയെ മുഴുവനായിട്ടും ഇല്ലാതാവും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പോ റെയ്യൂനെ അവന്റെ പാരൻസ് ഹഗ് ചെയ്ത് പിടിക്കുന്നതായിട്ട് കാണിക്കും. ഹീറോയ്ക്കാണെങ്കിൽ റെയ്യൂന്റെ അവസ്ഥ കണ്ട് ഒരുപാട് വിഷമം തോന്നും. ഉടനെ ഗിയു അവനാണെങ്കിൽ ആ റെയ്യൂന്റെ ഡ്രസ്സിൽ ചവിട്ടി മതിച്ച് ഇപ്പൊ ഹീറോയോട് പറയും, നീ ആവശ്യമില്ലാത്ത ഡീമൻസിനെ കുറിച്ച് ഓർത്ത് കരയാൻ പാടില്ല. അതിന് ടാൻജർ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, എല്ലാ ഡീമൻസും നമ്മൾ മനുഷ്യരെ പോലെ തന്നെയാണ്. അവർ മുൻപ് മനുഷ്യരായിരുന്നു. അവരുടെയോ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരുടെയോ കഷ്ടകാലത്തിന് അവർ ഡീമൻസായി മാറി. അതിനുശേഷം അവർക്ക് അവരുടെ കൺട്രോൾ നഷ്ടപ്പെട്ടിട്ടാണ് ഈ രീതിയിൽ ബാഡായിട്ട് മാറിയത്. അല്ലാതെ അവരാരും ജനിക്കുമ്പോഴേ ഇങ്ങനെ ഡീമൻസ് ആയിട്ടല്ല ഈ ലോകത്തിലേക്ക് വരുന്നതെന്ന് പറയും. അത് കേട്ട് ഗ്യൂവും ഒരു സെക്കൻഡ് ഷോക്കായിട്ട് ഇപ്പോ നസുക്കോയെ നോക്കും. അവനാണെങ്കിൽ നെസുക്കോയെ കണ്ട് ഷോക്കാവുകയാണ്. കാരണം അവളൊരു ഡീമണാണ്. അടുത്ത നിമിഷം ഷിനോബു അവൾ ചാടി വീണ് ഇപ്പോ നാസുക്കോയെ അറ്റാക്ക് ചെയ്യാണ്. അത് കണ്ട ഗ്യൂ ആണെങ്കിൽ അവളെ പിടിച്ചു മാറ്റും. ഷിനോബു ആണെങ്കിൽ നാസുക്കോ അവളൊരു ഡീമൺ ആയതുകൊണ്ടാണ് അവൾ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഡീമൺ സ്ലെയർ കോർപ്പിലെ സർവൻസ് അവരാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഡീമൺ സ്ലെയേഴ്സിന് എല്ലാവർക്കും ആന്റിഡോട്ട് കൊടുക്കുകയാണ്. എല്ലാവരുടെയും ഇപ്പോഴത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ സ്റ്റാർ അത് നമ്മുടെ ചെമ്പമുടിയനാണ്. കാരണം അവനെ കൊണ്ട് മാത്രമാണ് ആ പോയിസനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. കട്ട് ചെയ്താ ഇവിടെ ഷിനോബു അവൾ ദേഷ്യപ്പെട്ട് ഗിയോട് പറയും, ഗിയു മാറി നിൽക്ക്, അതൊരു ഡീമണാണ്, എനിക്ക് അവളെയും കൊല്ലണം. ഈ പറഞ്ഞതുപോലെ ഒന്നുമല്ല, എല്ലാ ഡീമൺസും എല്ലാവരെയും കൊല്ലും. സോ ഇവളും ഇനി ജീവിച്ചിരിക്കാനായിട്ട് പാടില്ല. പക്ഷെ ഗിയോ ആണെങ്കിൽ അവിടുന്ന് മാറാൻ തയ്യാറാവില്ല. അതിന് ഷിനോബു ഇപ്പൊ ടാൻജറോട് വിളിച്ചു പറയും, നീ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഒരു ഡീമണെയാണ്, അവൾ ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ ശരിപ്പെടുത്തും. ടാൻജറോ ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. ഒരിക്കലും ഇല്ല, ഇവൾ എന്റെ സഹോദരിയാണ്. ഇവൾ ഇതുവരെ ആരെ ഉപദ്രവിച്ചിട്ടില്ല. ഇനി ഇവള് ആരെ ഉപദ്രവിക്കോ ഇല്ല.
അതിന് അവൾ പറയും, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിനക്കും നിന്റെ സിസ്റ്ററിനും വേണ്ടി ഞാനൊരു ഫേവർ ചെയ്യാം. ഞാൻ അവളെ വേദനയില്ലാതെ പോയിസൺ ഉപയോഗിച്ച് കൊല്ലാം. അത് കേൾക്കേണ്ട താമസം ഗിയു അവനിപ്പോ ടാൻജറോട് പറയും, ടാൻജറോ എത്രയും വേഗം നിന്റെ സിസ്റ്ററുമായിട്ട് തിരിഞ്ഞു പോലും നോക്കാതെ ഇവിടുന്ന് ഓടി രക്ഷപ്പെടും. അത് കേട്ട് ടാൻജറോയും അവന്റെ സിസ്റ്ററിനെ എടുത്ത് അവിടുന്ന് ചാടി ഓടുകയാണ്. ആ ഷിനോബു അവളാണെങ്കിൽ ഗിയുവയെ നോക്കും. അതിനുശേഷം ഗിയുവായിട്ട് പോരാടാൻ തയ്യാറാവുകയാണ്. കട്ട് ചെയ്ത ഹീറോ അവനാണെങ്കിൽ നെസുബോയും കൊണ്ട് ചാടി ഓടുകയാണ്. അപ്പ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത അവന്റെ തൊട്ടു പിന്നാലെ തന്നെ ആരോ അവനെ ഫോളോ ചെയ്ത് മരത്തിലൂടെ ചാടി ചാടി പോവും. ഇവിടെ നെസുബു ആണെങ്കിൽ അവളുടെ വാളൊക്കെ വീശി ഗിയുവിനോട് പറയും, നീ ഇപ്പൊ ചെയ്തതിനുള്ള ശിക്ഷ എനിക്ക് നിനക്ക് തരാൻ അറിയാം. പക്ഷേ ഡീമൺ സ്ലേയേഴ്സ് കോർപ്പിന്റെ നിയമം അനുസരിച്ച് ഒരിക്കലും ഡീമൺ സ്ലേയേഴ്സ് പരസ്പരം ഫൈറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് കടന്നു പോകും. അവളാണെങ്കിൽ നമ്മുടെ ടാൻജറോടെ പിന്നാലെ ആയിരിക്കും ഓടുക. അവളുടെ തൊട്ടു പിന്നാലെ ഗിയും അവളെ പിടിക്കാനായിട്ട് ചാടി ഓടും. അതേസമയം ടാൻജറോ മുൻപോട്ടേക്ക് കുതിച്ചു പായുമ്പോൾ ഒരു ഡീമൺ സ്ലെയർ പെണ്ണ് അവളിപ്പോ ടാൻജറോയെ ചവിട്ടി താഴെയിടും. അതിനുശേഷം ആ ഡീമൺ സ്ലെയർ അവളുടെ സ്ക്വാഡ് എടുത്ത് ഇപ്പോ നെസുക്കോയെ ആഞ്ഞു വെട്ടാൻ ശ്രമിക്കുകയാണ്. ടാൻജറോ ആണെങ്കിൽ നൈസായിട്ട് അവളുടെ കാല് പിടിച്ച് പുറകോട്ട് വലിക്കും. അവനാണെങ്കിൽ ഫൈറ്റ് ചെയ്യാനുള്ള ആരോഗ്യമില്ല. ടാൻജറോ നിലവിളിച്ച് പറയും, നെസുക്കോ തിരിഞ്ഞു നോക്കരുത്, മുൻപോട്ടേക്ക് ഓട്, നീ എന്നെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല, എനിക്കൊന്നും സംഭവിക്കില്ല. അത് കേട്ട് നെസുക്കോ ആണെങ്കിൽ തിരിഞ്ഞു നോക്കാതെ മുൻപോട്ടേക്ക് ഓടും. ആ ഡീമൺ സ്ലെയർ ആണെങ്കിൽ ഹീറോയുടെ തലയ്ക്കൊരു ഇടിയും വെച്ച് കൊടുത്ത് വീണ്ടും നെസുക്കോയുടെ പിന്നാലെ ഓടും. അവളാണെങ്കിൽ സ്ക്വാഡ് എടുത്ത് നെസുക്കോയ്ക്ക് നേരെ ആഞ്ഞു വീശാണ്. നെസുക്കോ അവളുടെ സൈസ് ചെറുതാക്കി വീണ്ടും മാറി ഓടിക്കൊണ്ടേയിരിക്കും. അതേസമയം ഇവിടെ നമ്മുടെ ഗിയു ഷിനോബുവെ അങ്ങനെ പിടിച്ചു വലിച്ച് പാട്ടയ്ക്ക് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഷിനോബു ആണെങ്കിൽ അവളുടെ കാലിലുണ്ടായിരുന്ന സ്ക്വാഡൊക്കെ വെച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ കറക്റ്റ് സമയത്ത് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ആ ഒരു കാക്ക അതവിടേക്ക് പറന്നു വരും. ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു അർജന്റ് മെസ്സേജ് വന്നിട്ടുണ്ട്, അത് പറയാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ടാൻജറോയെയും അവന്റെ അനുജത്തി നെസുക്കോയെയും അവർ രണ്ടുപേരെയും എത്രയും വേഗം ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് എത്തിക്കണം. ടാൻജറോയുടെ തലയിൽ ഒരു മാർക്ക് ഉണ്ടാവും, അതുപോലെ നെസുക്കോയുടെ വായിൽ ഒരു ബാമ്പുവും. ഇതാണ് അവരെ കണ്ടെത്താനുള്ള അടയാളം. ആ കാക്ക പറഞ്ഞ കാര്യം ഇപ്പോ ഇവിടെ നെസുക്കോയെ അറ്റാക്ക് ചെയ്യുന്ന ഡീമൺ സ്ലെയറും കേൾക്കുകയാണ്. അവള് നെസുക്കോയോട് ചോദിക്കും, എന്റെ പേര് നെസുക്കോ എന്നാണോ? അതിനവള് ആ ഡീമനെ നോക്കി തലയാട്ടും. മറ്റൊരു ഭാഗത്ത് ഡീമൺ സ്ലെയർ കോർപ്പിന്റെ സെർവൻസ് ഇപ്പോ ടാൻജറോയെ അങ്ങനെ തൂക്കിയെടുക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് പന്നിത്തലേനെയും ഇവിടെ ഗ്യൂവും ആ പെണ്ണും അവർ രണ്ടുപേരും ഇപ്പൊ അവിടുന്ന് തിരികെ പോകാൻ തയ്യാറാവുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ചെമ്പമുടിയൻ അവനെ ആണെങ്കിൽ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അവന് ബോധം വന്ന കാര്യം അതാരും തന്നെ ഇപ്പൊ അറിഞ്ഞിട്ടില്ല. അപ്പൊ തൊട്ടു മുൻപിലായിട്ട് ഒരു ഡീമൺ സ്ലെയർ ലേഡിയെ കാണും. അവളെ കാണുമ്പോൾ അവന് ഭയങ്കര അത്ഭുതം. ഇവളും ആ ഫൈനൽ സെലക്ഷൻ മത്സരത്തിലുണ്ടായിരുന്ന പെണ്ണല്ലേ, ഇവളെ ഞാൻ അവിടെ വെച്ച് കണ്ടിരുന്നല്ലോ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നേരം പരപരാ പുലർന്നു വരികയാണ്. എല്ലാവരും ചേർന്ന് പറ്റിയവരെയും അല്ലാത്തവരെയും എല്ലാവരെയും കെട്ടിപ്പൊതിഞ്ഞ് ഇപ്പോ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വരും. മിസ്റ്റീരിയ പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന സുന്ദരമായ അടിപൊളി സ്ഥലത്താണ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അതുള്ളത്. അല്പസമയം കഴിഞ്ഞ് ഇപ്പോൾ ടാൻജറോ കണ്ണു തുറന്നു നോക്കും. അവൻ കണ്ണു തുറക്കുമ്പോൾ അവന്റെ തൊട്ടു മുൻപിൽ ഹയർ റാങ്കിലുള്ള ഒരുപാട് ഹാഷ്യറാസ് അങ്ങനെ നിരന്നു നിൽക്കുകയാണ്. അവരെല്ലാവരെയും കണ്ട് നമ്മുടെ ഹീറോ ടാൻജറോ അവൻ ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.